ഇന്ന് നമുക്കൊപ്പം അതിഥിയെ എത്തിയിരിക്കുന്നത് നമുക്കൊക്കെയും പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും MP ശ്രീ ബെന്നി ബെഹനാനാണ്. നമുക്ക് അദ്ദേഹത്തെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം. നമസ്കാരം ശ്രീ ബെന്നി ബെഹനാൻ, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്. നമസ്കാരം. നമസ്കാരം. ഓക്കെ, ഡൽഹിയിലാണ് ഇപ്പൊ രാജ്യം മുഴുവൻ ഈ കൊടും ചൂടാണ്. അവിടെ തലസ്ഥാനത്തും രാജ്യ തലസ്ഥാനത്തും ചൂടാണോ? ചൂടൊക്കെ എങ്ങനെയുണ്ട്? ചൂടായി വരുന്നല്ലേ ഉള്ളൂ. അന്തരീക്ഷവും ചൂടായി വരുന്നു, ഇവിടുത്തെ രാഷ്ട്രീയവും ചൂടായി വരുന്നു. ഓക്കെ ഓക്കെ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞായിരുന്നോ? ഹലോ, ഓക്കെ. ഇല്ലില്ല, കഴിച്ചില്ല. അതിനു മുമ്പാണ് നിങ്ങളുടെ. ഓ ശരി, അപ്പൊ അതിനു മുന്നേ ഫ്രെയിം വെച്ചു. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കാൻ പോവാണ്. ഓ ശരി ശരി ശരി. ശ്രീ ബെന്നി ബെഹനാൻ, ഇപ്പം ഈ തിരഞ്ഞെടുപ്പാണല്ലോ ചർച്ചകൾ. ഇപ്പം ഈ ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇപ്പം വീണ്ടും സ്ക്രീനിങ് കമ്മിറ്റി ഉണ്ട്. ഈ പലയിടങ്ങളിലും ധാരണയായെന്നറിയുന്നു. 20 ഇടങ്ങളിൽ കൂടി ഇന്നൊരു ധാരണയാകുമെന്ന് കേൾക്കുന്നു. ഒറ്റപ്പേരിലേക്ക് എത്തുമെന്നറിയുന്നു. അപ്പം ഈ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക വരും ദിവസങ്ങളിൽ തന്നെ, അതായത് ഏറ്റവും വേഗം തന്നെ പ്രതീക്ഷിക്കാമോ? കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഏറ്റവും വേഗം തന്നെ പുറത്തിറക്കാനാണ് ശ്രമിക്കുന്നത്. നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഇന്നൊരു സ്ക്രീനിങ് കമ്മിറ്റി ഉണ്ട്. ഇന്നത്തെ സ്ക്രീനിങ് കമ്മിറ്റിയിൽ ഏകദേശം ഒരു ധാരണയെത്തും. സ്ക്രീനിങ് കമ്മിറ്റിയിൽ അതിനുശേഷം 15-ാം തീയതി നടക്കുന്ന സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയിൽ സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തീകരിക്കപ്പെടും എന്നാണ് ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഏറ്റവും നേരത്തെ, സാധാരണഗതിയിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക കുറച്ചൊരു താമസിച്ചാണ് വരാറുള്ളത്. പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെ ഉണ്ടാകില്ല. വളരെ ഒരു വേഗത്തിൽ തന്നെ ഈ പ്രാവശ്യത്തെ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തോടു കൂടി തന്നെ സ്ഥാനാർത്ഥികൾക്ക് ഫീൽഡിലേക്ക് ഇറക്കത്തക്ക രീതിയിലുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നാണ് കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും ആഗ്രഹിക്കുന്നത്. ഓക്കെ, ശ്രീ ബെന്നി ബെഹനാൻ, ഇപ്പം MP-മാർ മത്സരിക്കുമോ എന്നുള്ളതിലാണ് ഇനിയിപ്പോൾ ഒരു തീരുമാനം അറിയേണ്ടത്. അങ്ങനെ സാധ്യതയില്ല എന്ന് മധുസൂദനൻ മിസ്ത്രി പറയുന്നു. എന്നാൽ MP-മാർ മത്സരിക്കുന്നതിൽ തെറ്റില്ല എന്ന് ദീപാദാസ് മുൻഷി കഴിഞ്ഞ ദിവസം പറഞ്ഞതായി അറിയുന്നു. അപ്പോൾ ഇതിലൊരു രണ്ടഭിപ്രായം ഉണ്ടോ ശ്രീ ബെന്നി ബെഹനാൻ? MP-മാർ മത്സരരംഗത്തുണ്ടാകുമോ? കാരണം കെ സുധാകരൻ അടക്കം നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് കേൾക്കുന്നു. അന്തിമമായി തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയാണ്. വ്യക്തിപരമായി തീരുമാനമെടുക്കാനുള്ള അധികാരം MP-മാർക്കുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ, തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ വരുന്നതിന് മുമ്പ്, തെരഞ്ഞെടുപ്പ് വരുമെന്ന ആ ഘട്ടത്തിലുണ്ടായ ചർച്ചയിൽ തന്നെ ഞാൻ പറഞ്ഞു, MP എന്ന നിലയിൽ ഞാൻ മത്സരരംഗത്തേക്ക് ഇല്ല എന്ന് പോലും. അതെൻ്റെ വ്യക്തിപരമായ തീരുമാനമാണ്. അതിനതിൻ്റേതായ കാരണങ്ങളുണ്ട്. മറ്റ് തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയാണ്. ഞാനും കേൾക്കുന്നത് മധുസൂദൻ മിശ്രയുടെ പ്രസ്താവന കഴിഞ്ഞ ദിവസം ഔദ്യോഗികമായി തന്നെ കേട്ടു, MP-മാർ മത്സര രംഗത്തുണ്ടാകില്ല എന്നത്. അതിലാണ് ഇപ്പോൾ പാർട്ടിയുടെ തീരുമാനമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതായാലും അതൊരു ചർച്ചയായ ഒരു വിവാദമായി വരും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അത്തരം കാര്യങ്ങൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം എല്ലാവരും അംഗീകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങ് തന്നെ ഇപ്പം സൂചിപ്പിച്ചായിരുന്നു. കാരണം നേരത്തെ തന്നെ MP-മാർ മത്സരിക്കുന്ന കാര്യമൊക്കെ വന്ന സമയത്ത് തന്നെ അങ്ങ് പറഞ്ഞൊരു നിലപാട് തന്നെയായിരുന്നു, MP-മാർ അങ്ങനെ മത്സരിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഈ ഹൈക്കമാൻഡ് ഇനിയിപ്പോൾ അങ്ങയോട് പറയുകയാണ് മത്സരിക്കണം, അങ്ങനെ പറഞ്ഞാൽ മത്സരിക്കുമോ? ഹൈക്കമാൻഡ് പറഞ്ഞാൽ മത്സരിക്കുമെങ്കിൽ ഞാൻ മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ഹൈക്കമാൻഡിനെ ബോധ്യപ്പെടുത്തും. സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങൾ ഹൈക്കമാൻഡും ഒരു വ്യക്തി ശ്രീ ബെന്നി ബെഹനാൻ, അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ അന്തിമമായി പാർട്ടി തീരുമാനം. ഓക്കെ ശ്രീ ബെന്നി ബെഹനാൻ, ഇപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നമ്മൾ 15-നുള്ളിലൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്, 2-3 ദിവസത്തിനുള്ളിൽ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ നോക്കൂ, കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഐഷ പോറ്റി അടക്കം മുൻ ഇടത് MLA-മാരിൽ 4 പേരാണ് ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കാൻ തയ്യാറായി നിൽക്കുന്നത്. അതായത് മുൻ LDF MLA-മാരെ 4 സീറ്റ് കൊടുത്ത് മറ്റൊരു ഘടകകക്ഷിയാക്കി പരിഗണിക്കേണ്ടി വരുമോ നിലവിൽ UDF-ന്? അത് UDF പരിഗണിക്കുക എന്നതിനേക്കാൾ ഉപരിയായി ഇന്ന് കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് കൂടുതൽ സാധ്യതയുണ്ടാകുന്നതിൻ്റെ ഒരു കാരണം, ഒരു കാലഘട്ടത്തിലും ഉണ്ടാകാത്ത രീതിയിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജീർണതയാണ്. ആ പാർട്ടി അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു ജീർണത, ഒരു അസ്വസ്ഥത ആ പാർട്ടിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ കാരണങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ, 2ാം വട്ടം അധികാരത്തിൽ വന്ന പിണറായി വിജയൻ ഗവൺമെൻറ് കമ്മ്യൂണിസത്തിൽ നിന്ന് മാറി വ്യക്തിപരമായ താല്പര്യങ്ങൾക്കും പാർട്ടിയുടെ എല്ലാ കേന്ദ്രങ്ങളിലും, അധികാര കേന്ദ്രങ്ങളിലും ഇഷ്ടക്കാരെ വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാലാകാലങ്ങളിൽ അനുവർത്തിച്ചിരുന്ന
അവർ സമീപിച്ചിരുന്ന അവരുടെ പാർട്ടി ലൈനിൽ നിന്നും വ്യത്യസ്തമായ തലത്തിലേക്ക് അവരുടെ പാർട്ടിയെ കൊണ്ടുപോയിരുന്നതാണ്. അതിൻ്റെ പ്രതികരണമാണ് നമുക്കറിയാമല്ലോ. ഇത് വളരെ പയ്യന്നൂരിലുണ്ടായൊരു സംഭവം നമുക്കറിയാം. രക്തസാക്ഷി ഫണ്ട് വെട്ടിച്ചു എന്ന വളരെ ഗൗരവമായൊരു വിഷയമാണ് കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ ഉന്നയിച്ചത്. ആ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി ഉന്നയിച്ചപ്പോൾ പാർട്ടി എടുത്ത സമീപനം എന്താ? പാർട്ടി കണക്ക് പറഞ്ഞ കുഞ്ഞികൃഷ്ണനെ പുറത്താക്കി കള്ളക്കണക്ക് പറഞ്ഞ ആളുകൾ അംഗീകരിക്കുകയുണ്ടായി. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടുത്ത കാലഘട്ടത്തുണ്ടായ അപജയത്തിൻ്റെ ഏറ്റവും വലിയ സൂചന. എത്രയോ നാടുകളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി രക്തസാക്ഷികൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം അറിയാം. പുന്നപ്പുറയിലും വയലാറിലും രക്തസാക്ഷി മണ്ഡപത്തിൽ പോയാണ് പാർട്ടി നേതാക്കന്മാർ അധികാരമേൽക്കുമ്പോഴും ഗവൺമെൻറ് അധികാരമേൽക്കുമ്പോഴും അവരെല്ലാം അവിടെ പോയി പുഷ്പാർച്ച നടത്തി രക്തസാക്ഷികൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പോകുന്ന പാർട്ടിയാണ്. ഇന്ന് ആ പാർട്ടിയിൽ നടക്കുന്നത് ആരുടെ കൂടിയാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാവപ്പെട്ടവരുടെ കൂടിയാണോ? രക്തസാക്ഷികളുടെ കൂടിയാണോ? നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് മഹത്വവൽക്കരിക്കുന്ന ആരെയാണ്? വളരെ നിർഭാഗ്യം എന്ന് പറയട്ടെ, ഞാൻ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ടായ ഈ അപജയം, ഈ ജീർണത ഞങ്ങളെപ്പോലെയുള്ള പൊതുപ്രവർത്തകന്മാർക്ക് പോലും അതിൻ്റെ അകത്ത് വളരെയധികം സന്തോഷിക്കുകയല്ല. ഒരു പാർട്ടിക്കുണ്ടാകുന്ന അപജയം ജനാധിപത്യ സംവിധാനത്തിലുണ്ടാകുന്ന അപകടങ്ങൾ വളരെ വലുതാണ്. ഇന്ന് ആ പാർട്ടി ആരെ മഹത്വവൽക്കരിക്കുന്നു? നമുക്കറിയാം കൊലക്കേസിൽ പ്രതികളായവരെ മഹത്വവൽക്കരിക്കുന്ന പാർട്ടി, സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തി കേസുകളിൽ പ്രതികളായവരെ അംഗീകരിക്കുന്ന ഒരു പാർട്ടിയായി ആ പാർട്ടി അധപ്പതിച്ചിരിക്കുന്നു. അത് വലിയ ഗൗരവത്തോടു കൂടി ആ പാർട്ടി എടുക്കുന്ന സമീപനമാണ്. അതുകൊണ്ട് ആടുകൾ ഒറ്റപ്പെട്ട് പോരുന്നത് എന്താ? അപ്പോൾ സുധാകരൻ പോന്നു, എന്തുകൊണ്ടാണ് സുധാകരൻ പോരുന്നത്? ഐഷാപ്പൂറ്റി പോന്നു, എന്തുകൊണ്ടാണ് പോരുന്നത്? അപ്പോൾ ആ പാർട്ടി ആലോചിക്കേണ്ട കാര്യമുണ്ട്. ഇന്ന് വരെ ഉണ്ടാകാത്ത രീതിയിൽ ഒരു അധപ്പതനത്തിലേക്ക് കമ്മ്യൂണിസത്തിൽ നിന്നും പോയി ആ പാർട്ടി. അതിൻ്റെ ഒരു പ്രതികരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സന്തത സഹചാരികളായി നടന്ന എത്രയോ ആളുകൾ. നമുക്കത് സച്ചിദാനന്ദൻ പറഞ്ഞത് എന്താ? സാറാ ജോസഫ് പറഞ്ഞത് എന്താ? ഇതെല്ലാം ഈ പാർട്ടി, ഇതെല്ലാം ഉണ്ടായിട്ടും ആ പാർട്ടി അതിനെക്കുറിച്ച് ചിന്തിക്കാതെ വീണ്ടും ആ പാർട്ടി അതിൻ്റെ പുതിയ ലൈനുമായി മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു തകർച്ച ആ പാർട്ടിയുടെ അന്തിമ നാളിലേക്ക് എത്തിക്കുമെന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. ഓക്കെ, ശ്രീ ബെന്നി ബെഹനാൻ, ഇപ്പം കോൺഗ്രസിനെ UDF-നെയൊക്കെ സംബന്ധിച്ച് ഈ തിരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പ് വിധി പാർട്ടിക്ക് നൽകിയ, മുന്നണിക്ക് നൽകിയ ആത്മവിശ്വാസം ഉറപ്പായിട്ടുമുണ്ട്. പക്ഷെ അപ്പോഴും ചില പ്രാദേശിക മുറുമുറുപ്പുകൾ കൂടി വരുന്നുണ്ട്. ഇപ്പം നാട്ടികയിൽ CC മുകുന്ദനെതിരെ ശബ്ദങ്ങൾ വരുന്നു, കാസർഗോഡ് നിന്ന് കേൾക്കുന്നു, ഈ എറണാകുളത്ത് പലയിടങ്ങളിലൊക്കെ കേൾക്കുന്നു, പോസ്റ്ററുകൾ പതിക്കപ്പെടുന്നു. അപ്പം അതിനൊപ്പം തന്നെ മുതിർന്ന നേതാക്കൾ തന്നെ സമയമൊന്നും മനസ്സിലാക്കാതെ, ഈ കാലം മനസ്സിലാക്കാതെ സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയും അവരെ തിരുത്തേണ്ടി വരുന്ന ഒരു അവസ്ഥയും കൂടിയുണ്ട്. അപ്പം ഇതൊക്കെ പാർട്ടിയുടെ കോൺഫിഡൻസിനെ ബാധിക്കുന്നില്ലേ? പാർട്ടിയുടെ എല്ലാം പാർട്ടിയിൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഉണ്ടായതിൻ്റെ ഓർത്തോളം ഇല്ലല്ലോ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം ഇപ്പോൾ ഏത് പാർട്ടിയിലും, അപ്പം കോൺഗ്രസിനേക്കാൾ കൂടുതൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് CPI-യിലും മാർക്സിസ്റ്റ് പാർട്ടിയിലുമല്ല. ഞാൻ അതുമായി താരതമ്യപ്പെടുത്താൻ പറയുന്നില്ല. കോൺഗ്രസിൽ സ്വാഭാവികമായും കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥി നിർണയ ചർച്ച നടക്കുമ്പോൾ പലരും സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിക്കും. പക്ഷേ ഞങ്ങളൊക്കെ കഴിഞ്ഞ കുറേ നാളുകളായി ഇത് കാണുന്നവർ വിലയിരുത്തുന്നവരുമാണ്. ഈ പ്രാവശ്യം പൊതുവെ താരതമ്യേന അത്തരത്തിലുള്ള അവസരങ്ങൾ വളരെ കുറവായിട്ടാണ് കാണുന്നത്. അതൊന്നും ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ പോകുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയം ഈ വരുന്ന 15-16 തീയതികളിൽ പൂർത്തീകരിക്കും. 15-16 തീയതികൾ പൂർത്തീകരിക്കുന്ന വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളുമായി മുന്നോട്ട് പോകും. സ്ഥാനാർത്ഥി തീരുമാനം കഴിഞ്ഞാൽ ഒരു തലത്തിലുള്ള അവസരങ്ങളോ ഒന്നും ഉണ്ടാകില്ല. ഞങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് നേരിടുന്നത്. അത് ലോക്കൽ ബോഡിയിൽ ഉണ്ടായ തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം മാത്രമല്ല, കഴിഞ്ഞ കുറേ നാളുകളായി ഇപ്പം നമുക്കറിയാം സംസ്ഥാനത്ത് നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും, ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് ഒഴികെ ബാക്കി എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും വളരെ വളരെ നല്ലൊരു ഭൂരിപക്ഷത്തോടു കൂടിയാണ് കോൺഗ്രസ് UDF വിജയിച്ചത്. പാർലമെൻറ്റ് ഇലക്ഷൻ വലിയൊരു ആത്മവിശ്വാസം നൽകി. ലോക്കൽ ബോഡി ഇലക്ഷൻ വലിയൊരു ആത്മവിശ്വാസം ഇന്നേ വരെ ഉണ്ടാകാത്ത രീതിയിൽ ലോക്കൽ ബോഡി ഇലക്ഷനിൽ UDF-നും കോൺഗ്രസിനും ഉണ്ടായ ഒരു മുൻകൈ ഉണ്ട്. അതിനേക്കാൾ ഉപരി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭരണപരമായ പരാജയം ഇന്ന് കേരളത്തിലെ ജനങ്ങൾ വീർപ്പ് മുട്ടുകയാണ്. എല്ലാ മേഖലയിലും ഈ ഗവൺമെൻറ് പരാജയപ്പെട്ടിരിക്കുന്നു. സാമ്പത്തിക മേഖല, സാമൂഹ്യ രംഗം, തൊഴിൽ, കൃഷി, അതുപോലെ തന്നെ മറ്റെല്ലാ മേഖലയിലും, വ്യവസായം, രാജ്യത്തിൻ്റെ ക്രമസമാധാനം തുടങ്ങിയ എല്ലാ മേഖലയിലും ഈ ഗവൺമെൻറ്റുണ്ടായ പരാജയം, അതിൽ വീർപ്പ് മുട്ടുന്ന കേരളത്തിലെ ജനങ്ങൾ ഈ ഗവൺമെൻറ്റിനെതിരെ, പ്രത്യേകിച്ച് പിണറായി വിജയൻ്റെ സമീപനത്തിനെതിരെ, പുതിയ കമ്മ്യൂണിസ്റ്റ് സമീപനത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഐക്യജനാധിപത്യ മുന്നണിയുടെ പരമ്പരാഗതമായ വോട്ടുകളിൽ നിന്ന് മാത്രമല്ല, കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ മുന്നണിയെ വിജയിപ്പിക്കാൻ പരിശ്രമിച്ചവരും വോട്ട് ചെയ്തവരും ഈ തെരഞ്ഞെടുപ്പിൽ അവർക്കെതിരായി വോട്ട് ചെയ്യും. അവർക്ക് ഇനിയും 3-ാം വട്ടം
പിണറായി വിജയൻ വന്നാൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കേരളത്തിനും അപകടകരമാണ് എന്ന് സച്ചിദാനന്ദനെ പോലെയുള്ള ആളുകൾ പറഞ്ഞ ഒരഭിപ്രായം കേരള രാഷ്ട്രീയത്തിൽ സജീവമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അതുകൊണ്ട് ഞങ്ങൾ വളരെ ആത്മവിശ്വാസമുണ്ട്. നല്ല ഭൂരിപക്ഷം ശ്രീ ബെന്നി ബെഹനാൻ പാർട്ടിയും മുന്നണിയും നല്ല ആത്മവിശ്വാസത്തിൽ തന്നെ ഈ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നു. ശ്രീ ബെന്നി ബെഹനാൻ, ഇതിനപ്പുറം ഇനിയിപ്പം നമ്മുടെ രാജ്യത്തേക്ക് വരണമെങ്കിൽ ഇപ്പം രാജ്യം നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി എന്ന് വെച്ചാൽ ഇന്ധനക്ഷാമം എന്ന് പറഞ്ഞാൽ ഈ കുക്കിംഗ് LPG LNG ക്ഷാമം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇന്നലെ ഹർദീപ് സിംഗ് പുരി ഇതുമായി ബന്ധപ്പെട്ടൊരു വിശദീകരണം സഭയിൽ നടത്തിയിരുന്നു. അത് ഈ നമ്മുടെ ഇപ്പോഴത്തെ ആശങ്കകളെയൊക്കെ ഒന്ന് അടക്കാൻ പര്യാപ്തമായവയാണോ ശ്രീ ബെന്നി ബെഹനാൻ? ഇപ്പോൾ നിലവിലെ രാജ്യത്തെ അവസ്ഥ എന്താണ്? ഒട്ടുമല്ലല്ലോ. കാര്യം ഇത് ഗവൺമെൻറ് എപ്പോഴും ആലോചിക്കുന്നത് നമുക്കറിയാമല്ലോ. ഇറാൻ-ഇറാഖ് യുദ്ധം ആരംഭിച്ചപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എനർജി ഫീൽഡിലായിരുന്നു. കാര്യം നമുക്ക് വരുന്ന ക്രൂഡ് ഓയിൽ, നമുക്കാവശ്യമുള്ള മറ്റ് അസംസ്കൃത വസ്തുക്കൾ വരുന്ന മേഖലയിലാണ് ഈ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി ഗവൺമെൻറ് എന്താ ചെയ്യേണ്ടത്? ഗവൺമെൻറ് അതിനെക്കുറിച്ച് ആലോചിക്കണമായിരുന്നു, തീരുമാനമെടുക്കണമായിരുന്നു. അതുമാത്രമല്ല, നേരത്തെ തന്നെ ഈ യുദ്ധമൊക്കെ വരുന്നതിന് മുമ്പ് നമ്മുടെ ക്രൂഡ് ഓയിലിൻ്റെ കാര്യത്തിൽ അമേരിക്ക നടത്തിയ ഒരു പ്രഖ്യാപനമുണ്ട്. അതിന് കേന്ദ്ര ഗവൺമെൻറ് വഴങ്ങി. കാരണം റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങരുത്, വെനൂസലയിൽ നിന്നും എണ്ണ വാങ്ങണം എന്ന് പറഞ്ഞപ്പോൾ അതിനെ അതിജീവിക്കാനുള്ള കരുത്ത് കാണിക്കാൻ ശ്രീ മോഡി ഗവൺമെൻറ് തയ്യാറായില്ല. അപ്പോൾ ഒരു രാജ്യത്തിന് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ക്രൂഡ് ഓയിലും ഈ പറയുന്ന എനർജിക്ക് ആവശ്യമുള്ള അസംസ്കൃത വസ്തുക്കളും നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമെന്ന നിലയിൽ അന്തർദേശീയ തലത്തിലുണ്ടാകുന്ന മാറ്റങ്ങളും ചലനങ്ങളും എല്ലാം മനസ്സിലാക്കി അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടിയുള്ള ശക്തവും വ്യക്തമായ കരുതലും എടുക്കേണ്ടിയിരുന്ന ഒരു രാജ്യത്ത് ഇതൊന്നും കാണിക്കാതെ നടന്ന് അവസാനം വന്ന് യുദ്ധം പുറപ്പെട്ട് ക്രൂഡ് ഓയിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരം അസംസ്കൃത വസ്തുക്കൾ വരുന്ന പ്രദേശം ആകെ യുദ്ധത്തിൻ്റെ ഭീഷണിയിൽ നിൽക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ഇപ്പോഴാണ് ആലോചിക്കേണ്ടത്. ഞങ്ങൾ എത്രയോ പ്രാവശ്യം പാർലമെൻറ്റിൽ ഈ വിഷയം ഉന്നയിക്കാൻ ശ്രമിച്ചിട്ട് പ്രതിപക്ഷ നേതാവ് പോലും ഈ വിഷയം ഉന്നയിക്കാൻ പാർലമെൻറ്റിൽ അവസരം തേടിയിട്ട് അതുപോലും നിഷേധിച്ചിരിക്കുന്ന ഒരു സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് എവിടെയാണ്? മിസ്റ്റർ മോഡി എവിടെയാണ്? ഇത്രയും യുദ്ധം നടക്കുന്ന സമയത്ത് പോലും അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി നടക്കുക. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ യുദ്ധം നടക്കുന്നു, ഇന്ത്യയെ എങ്ങനെയെല്ലാം യുദ്ധം ബാധിക്കും എന്നതിനെക്കുറിച്ച് ഇവിടെ ഇരുന്ന് മനസ്സിലാക്കി പാർലമെൻറ്റിൽ അത്തരം കാര്യങ്ങളിൽ ആശയവിനിമയം നടത്തി ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും ഒരു പിന്തുണയാർജിച്ച് അഭിപ്രായങ്ങൾ തേടി കരുതൽ നടപടികൾ സ്വീകരിക്കുന്നതിന് പകരം അദ്ദേഹം ഓരോ സംസ്ഥാനത്ത് പോയി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന മോഡിയുടെ സമീപനം എത്രമാത്രം ഗൗരവത്തോടു കൂടി ഇവർ ഈ പ്രശ്നം എടുത്തിട്ടുണ്ട്. അപ്പം ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു പിടിപ്പ് കേട്, ഒരു കാര്യക്ഷമത ഇല്ലായ്മ, ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ഇപ്പോഴും സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്ത് വിദേശങ്ങളിൽ യാത്ര ചെയ്ത് നടക്കുന്ന മോഡി ഈ രാജ്യത്തിനുണ്ടാക്കിയിരിക്കുന്ന അപകടം വളരെ വലുതാണെന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. നിശ്ചയമായും ശ്രീ ബെന്നി ബെഹനാൻ, ഇപ്പം ഞാൻ വീണ്ടും ഈ നിലവിലെ തിരഞ്ഞെടുപ്പ് കാലത്തേക്ക് വരണമെങ്കിൽ ഇപ്പം നാട്ടികയിൽ CC മുകുന്ദൻ സ്വതന്ത്രനായി മത്സരിക്കും, UDF പിന്തുണ ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ അദ്ദേഹത്തിനെതിരെ ഈ പ്രാദേശിക നേതാക്കളുടെ ഭാഗത്ത് നിന്ന് എതിർപ്പ് ഉയരുന്നു എന്ന് കേൾക്കുന്നു. അപ്പം അതിനെയൊക്കെ എങ്ങനെയാണ് പാർട്ടി അതിനെ അതിജീവിക്കാൻ കഴിയുമെന്ന് കരുതുന്നുണ്ട്? ഒപ്പം തന്നെ G സുധാകരൻ്റെ കാര്യത്തിൽ അവിടെയും G സുധാകരൻ ഇതുവരെ ഒരു നിലപാടൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ UDFുമായി ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. നമുക്ക് അദ്ദേഹത്തിലേക്ക് വരാം. ഇപ്പം ഈ ബെന്നി ബെഹനാൻ MP ആണ്. നമ്മളോട് കാര്യങ്ങളൊക്കെ ഇപ്പം അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഉടൻ തന്നെ എത്രയും വേഗം തന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയൊക്കെ പുറത്തു വരും. ഇന്നും ഇപ്പോൾ സ്ക്രീനിങ് കമ്മിറ്റി ഉണ്ട്. 15-നുള്ളിൽ തന്നെ പട്ടിക പുറത്ത് വിടാനുള്ള ശ്രമങ്ങളൊക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ശ്രീ ബെന്നി ബെഹനാൻ നമ്മളോട് സംസാരിച്ചത്. ഇപ്പോൾ അദ്ദേഹം നമ്മൾക്ക് വീണ്ടും ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ബെന്നി ബെഹനാൻ, കേൾക്കാമോ നിങ്ങൾക്ക്? കേൾക്കാം. രണ്ട് കാര്യങ്ങൾ കൂടെ ഉള്ളൂ. ഒന്ന് ഇപ്പം ഈ തിരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ വീണ്ടും വരികയാണെങ്കിൽ ഇപ്പം ഈ നാട്ടികയിൽ CC മുകുന്ദൻ അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കും, UDFന്റെ പിന്തുണ ഉണ്ടെന്ന് അദ്ദേഹം തന്നെ പറയുന്നു. പക്ഷേ പ്രാദേശിക എതിർപ്പുകൾ അദ്ദേഹത്തിന് ഉണ്ടെന്നാണ് പുറത്തു വരുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം. പിന്നെ മറ്റൊന്ന് G സുധാകരന്റെ കാര്യമാണ്. അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വം അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചു, UDFുമായി ചർച്ചകൾ നടക്കുന്നു എന്ന് കേൾക്കുന്നു. അപ്പം ഈ രണ്ടിടങ്ങളിലും എങ്ങനെയാണ് UDFന്റെ കോൺഗ്രസിന്റെ ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നത് ശ്രീ ബെന്നി ബെഹനാൻ? നാട്ടികയിലെ എതിർപ്പിലേക്ക് അതിജീവിക്കാൻ കഴിയുമോ പാർട്ടിക്ക്? ആ കാര്യത്തിൽ UDF
നാട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അവിടെ ഒരു സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ മറ്റേ മുകുന്ദൻ ഡൽഹിക്ക് വരുന്നുണ്ട്, ചർച്ച ചെയ്യുന്നതായിട്ട് അറിയുന്നു. അതിൻ്റെ അകത്തൊരു തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയാണ്. അതുപോലെ തന്നെ സുധാകരൻ്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചോട്ടെ, ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും സീനിയറായിട്ടുള്ള ഒരാക്ഷേപമില്ല, ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരനാണ് സുധാകരൻ. ഞങ്ങൾ സുധാകരനെ എതിർത്ത സമയത്തും സുധാകരൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധതയെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയെക്കുറിച്ചോ ഞങ്ങൾ ഒരിക്കലും ചോദ്യം ചെയ്തിട്ടില്ല. അദ്ദേഹം ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും നല്ല കമ്മ്യൂണിസ്റ്റുകാരന് ഇതാണ് അനുഭവമെങ്കിൽ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാത്രം പ്രശ്നമല്ല. ഈ സംസ്ഥാനത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ അപജയത്തിൻ്റെ ജീർണതയുടെ പ്രശ്നമായി കാണുന്നു. അതിൽ നിന്നും അഭിപ്രായം പറയേണ്ടത് ഞങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണ്. സ്വാഭാവികമായും ആ ഒരു ഉത്തരവാദിത്തം ഞങ്ങൾ നിറവേറ്റും. അതിനെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കും. ഒരു തെറ്റിദ്ധാരണയും വേണ്ട. അത് ഇവിടെ ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി പറയുന്ന പോലെ ആ പാർട്ടിയിൽ ഇത്രയും നാൾ നിന്ന് ഏതെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടായി പുറത്തു പോയാൽ അവൻ കുലംകുത്തി എന്നല്ല വിളിക്കേണ്ടത്. അങ്ങനെ കുലംകുത്തികളെന്ന് വിളിച്ചിട്ടുള്ളവരെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചിന്തിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് സുധാകരൻ നല്ല കമ്മ്യൂണിസ്റ്റുകാരനാണ്. സുധാകരൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന അഭിപ്രായങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. അത്തരം കാര്യങ്ങളിലൊക്കെ കോൺഗ്രസ് സഹകരിച്ചു പോകുന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഓക്കെ, ശ്രീ ബെന്നി ബെഹനാൻ, ഇപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പട്ടികയ്ക്കൊപ്പം തന്നെ മറ്റൊരു വലിയ പ്രഖ്യാപനം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് കേൾക്കുന്നു. അത് KPCC അധ്യക്ഷനായിട്ട് ബെന്നി ബെഹനാൻ വരും എന്നുള്ളതാണ്. പിന്നെ മാത്രമല്ല ഭൂരിപക്ഷം അംഗങ്ങളുടെയും പിന്തുണ അങ്ങയ്ക്കൊപ്പമാണെന്നും അറിയുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ ഉണ്ടോ? അങ്ങിപ്പോൾ തുറന്ന് പറഞ്ഞില്ലെങ്കിലും ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അങ്ങനെ ഒരാലോചനയും ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നോട് ആരും സംസാരിച്ചിട്ടില്ല. ഇപ്പോഴൊരു KPCC പ്രസിഡന്റുണ്ട്. അദ്ദേഹം ഈ പാർട്ടിയുടെ KPCC പ്രസിഡന്റാണ്. അതിനെ മാറ്റുന്ന കാര്യത്തെക്കുറിച്ചൊരു ചർച്ചയും നടക്കുന്നതായിട്ട് എനിക്കറിയില്ല. ഏതായാലും അത്തരം കാര്യങ്ങൾ അന്തിമമായി തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. പാർട്ടി എടുക്കുന്ന തീരുമാനം അതിൻ്റെ അവസാന തീരുമാനമായിരിക്കും. ഓക്കെ, ശ്രീ ബെന്നി ബെഹനാൻ, അവസാനമായിട്ടൊരു കാര്യം, ഇപ്പം രാഷ്ട്രീയ അനുഭവങ്ങളും കാലഘട്ടത്തിന്റെ ഓർമ്മകളും തുറന്നു പറയുന്ന ആത്മസ്മരണയുടെ സുതാര്യമായ രേഖപ്പെടുത്തൽ, ഇഴയഴിഞ്ഞു പോയ ഇന്നലകൾ പുറത്തിറങ്ങി 1 മാസം കഴിയുന്നു. എങ്ങനെയാണ് ഫീഡ്ബാക്ക്? ഇനി അണിയറയിൽ പുതിയ പുസ്തകങ്ങൾ ഒരുങ്ങുന്നുണ്ടോ? എനിക്ക് ആ പുസ്തകത്തിൽ ഞാൻ പ്രസിദ്ധീകരിച്ചതിന് ശേഷം വലിയ പ്രതികരണമാണ് വന്നിരിക്കുന്നത്. അനുകൂലമായ ഒത്തിരി പ്രതികരണം. ഒട്ടേറെ ആളുകൾ വായിച്ചു. അത് കോൺഗ്രസ്സുകാർ മാത്രമൊന്നുമല്ല. അത് കഴിഞ്ഞ 57 മുമ്പ് തൊട്ട് തന്നെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൻ്റെ വികസന മേഖലയിൽ ഉണ്ടാക്കിയിരിക്കുന്ന തടസ്സങ്ങളും അവരുടെ സമീപനം മൂലം കേരളത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള വളർച്ചയെക്കുറിച്ചിട്ടുള്ള പ്രതിപാദിക്കുന്ന പുസ്തകമാണ് ആ പുസ്തകം. അതിൽ രാഷ്ട്രീയമല്ല, അതിൽ പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ്. ആ യാഥാർത്ഥ്യങ്ങൾ ജനങ്ങൾ അറിയണം. അത് വായിച്ചിരിക്കുന്ന ഒട്ടേറെ ആളുകൾ, രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഒട്ടേറെ ആളുകൾ എന്നെ വിളിച്ച് അഭിനന്ദിച്ചിട്ടുണ്ട്. വീണ്ടും ഇത്തരം കാര്യങ്ങൾ എഴുതണം എന്നോടൊന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ മനസ്സിൽ ആഗ്രഹിക്കുന്നു. ഞാൻ അങ്ങനെ വലിയൊരു എഴുത്തുകാരനോ സാഹിത്യകാരനായിട്ടോ ഞാൻ അവകാശപ്പെടുന്നു. ഞാൻ ആകെ ഇതിനു മുമ്പ് ഒരു പുസ്തകമേ പ്രസിദ്ധീകരിച്ചിട്ടുള്ളൂ. അത് നമ്മുടെ ഡീമോണിറ്റൈസേഷൻ വന്നപ്പോഴുള്ള ഒരു പുസ്തകമാണ്. പക്ഷേ ഈ പുസ്തകത്തിന് കിട്ടുന്ന ഒരു പ്രതികരണം കുറച്ചുകൂടി രാഷ്ട്രീയത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ, വിമർശനാത്മകമായിട്ടല്ല, യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറഞ്ഞു ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് എഴുതണമെന്ന് ആഗ്രഹിക്കുന്നു. എൻ്റെ പുസ്തകം എനിക്ക് വലിയ ഒരു പ്രചോദനമാണ് ഈ രംഗത്ത് എനിക്ക് നൽകിയിരിക്കുന്നത്. നിശ്ചയമായും. അപ്പം ഒരുപാട് പുസ്തകങ്ങൾ ഇനിയും വരട്ടെ അങ്ങയുടെ പേരിൽ. അപ്പം ശ്രീ ബെന്നി ബെഹനാൻ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് വിത്ത് us. അങ്ങക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു. പുതിയ പുസ്തകത്തിനായി കാത്തിരിക്കുക കൂടിയാണ്. സന്തോഷം. അങ്ങനെ ഒരു പ്രോത്സാഹനം നൽകിയുള്ള സന്തോഷം. നിങ്ങൾക്ക് ഒരു നല്ല ദിവസം ഉണ്ടാകട്ടെ. കാര്യം നിങ്ങൾ ഞങ്ങളെക്കാൾ കൂടി സജീവമാണ്. ഇപ്പോൾ ഞങ്ങൾ രാഷ്ട്രീയക്കാരെക്കാൾ കൂടുതൽ നിങ്ങളാണ് ഇപ്പോൾ സജീവം. കേരളത്തിലുണ്ടാകുന്ന തെരഞ്ഞെടുപ്പുമായി ഉണ്ടാകുന്ന ഓരോ വാർത്തകൾ അപ്പോൾ എത്തിക്കാൻ കഴിയുന്നുണ്ട്. മലയാളം ന്യൂസിനും എല്ലാവിധ ആശംസകൾ നൽകുന്നു. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു.